ഹലോ ഗൈസ്, ഇന്ന് മുഹറം 10 നോമ്പാണ്. അപ്പോൾ മുഹറം സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മധുരമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് മധുരം ഇല്ലാത്ത കൊഴുക്കട്ടയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യമായി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ഇടാം. ഒരു 5 ഏലക്ക നുള്ളി ഇടാം. എന്നിട്ട് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ഇതിലോട്ട് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുപ്പിൽ വെച്ച് തന്നെ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് മാറിയതിനു ശേഷം ഇതിനെ കുഴച്ചെടുക്കാം. ഓക്കെ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പരുവത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മധുരമുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുക്കിയെടുക്കാം നമുക്ക്. 1 ഗ്ലാസ് മാവിനാണ് 1/2 കിലോ ശർക്കര എടുത്തേക്കുന്നത്. ഇത് മധുരം കുറഞ്ഞ ശർക്കരയാണ്, അതുകൊണ്ടാണ് ഇത് 1/2 കിലോ എടുത്തേക്കുന്നത്. ഓക്കെ, ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അത് അരിച്ചെടുക്കാം. ഈ ശർക്കര വെള്ളത്തിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ശർക്കര പാനിയും തേങ്ങ, ഏലക്ക, ഉപ്പിതൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മാവിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് മാവ് ശർക്കരയും തേങ്ങയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. 2 മാവുണ്ട്. ഇത് മധുരം ഇല്ലാത്തതും മധുരം ഉള്ളതും. അപ്പോൾ നമുക്കിതിനെ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് അതിൻ്റെ തട്ടിൽ ഇത് ഓരോന്നായിട്ട് ഇത് ഉരുട്ടിയിടാം. ഈ ഷേപ്പിലാണ് ഞാൻ ഉരുട്ടിയേക്കുന്നത്. ഇങ്ങനെ 2 മാവും അതിലോട്ട് ഉരുട്ടിയിടാം. ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുഹറം സ്പെഷ്യൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.